Praise the Lord, hallelujah, and George Varapre, Christian apologist from Ernakulam. And today we are going to think about if there is a law, there is a lawgiver. നിയമം ഉണ്ടെങ്കിൽ നിയമദാതാവുണ്ട് എന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിക്കുന്നത്. മെറ്റീരിയലിസ്റ്റ് അഥവാ നിരീശ്വരവാദികൾ പറയുന്നത് എല്ലാം മാറ്ററിൽ നിന്നുണ്ടായി, വേറെ ഒന്നുമില്ല, ദർ ഇസ് നത്തിങ് സൂപ്പർ നാച്ചുറൽ, എല്ലാം മാറ്റർ ദ്രവ്യത്തിൽ നിന്നുണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ അവരോട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, ദർ ആർ 9 ഫണ്ടമെൻ്റൽ ലോസ് ഓഫ് ഫിസിക്സ്, 9 ഫിസിക്സിൻ്റെ നിയമങ്ങളുണ്ട്, ഇത് എവിടെ നിന്ന് വന്നു? ഇതിനെന്തെങ്കിലും ഒരു ഉത്തരവുണ്ടോ? ഫസ്റ്റ് ലോ ഓഫ് ഇനർഷ്യ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയാണ്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ന്യൂട്ടൻ്റെ, പിന്നെ തേർഡ് ലോ ഓഫ് ആക്ഷൻ റിയാക്ഷൻ, ഫോർത്ത് വൺ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇതെല്ലാം പ്രപഞ്ചത്തിലുണ്ട്. ഈ ആരും സൃഷ്ടിക്കാതെ ഈ നിയമങ്ങൾ എങ്ങനെ വന്നു? ഈ പ്രപഞ്ചത്തിലെ എല്ലാ പാർട്ടികളും ഇതൊക്കെ ഇത് അനുസരിച്ചാണ് നടക്കുന്നത്. പിന്നെ വരുന്ന അഞ്ചാമത്തതാണ് മാക്സ് പ്ലാങ്കിൻ്റെ ഇക്വേഷൻ. മാക്സ് പ്ലാങ്കിന് 4 ഇക്വേഷനുണ്ട് റേഡിയോ വേവ്സിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വരുന്നത് ക്വാണ്ടം ഫിസിക്സാണ്. ക്വാണ്ടം ഫിസിക്സിൽ വരുമ്പോൾ വേവ് പാർട്ടിക്കൽ ഡ്യുവാലിറ്റി, ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. വേവ് പാർട്ടിക്കൽ ഡ്യുവാലിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫോട്ടോൺ ഒരേ സമയം പാർട്ടിക്കിളുമാണ് അതേസമയം വേവുമായിട്ട് പോകുന്നതായിട്ട് കാണുന്നു. അതിന് യാതൊരു ലോജിക്കും ഇല്ല, ഒന്നും പറയാനില്ല. അതുപോലെ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, നമ്മളൊരു ഇലക്ട്രോണിൻ്റെ പൊസിഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവേഗം കണ്ടുപിടിക്കാൻ സാധ്യമല്ല. പ്രവേഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അത് മനുഷ്യൻ്റെ ഒരു പരാജയത്തിന്, എല്ലാം അറിയാമെന്നുള്ള ഒരു ധിക്കാരത്തിന് ഏറ്റവും വലിയ അടിയാണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതായത് ഉത്തരത്തിലെടുക്കാൻ ശ്രമിക്കുമ്പോൾ കക്ഷത്തിൽ നിന്ന് പോകുന്ന ഒരു പ്രതിഭാസം. പിന്നെ വരുന്നതാണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ 4 ലോസ് ഉണ്ട്. എനർജി ഓഫ് കൺസർവേഷൻ, എനർജിയെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും സാധ്യമല്ല, അതിനെ ട്രാൻസ്ഫോം ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എനർജി ഉണ്ട്, ഇത് എവിടെ നിന്നുണ്ടായി? അപ്പോൾ ആരോ എനർജി ഉണ്ടാക്കി വിട്ടു, പിന്നെ നമ്മൾ ചെയ്യുന്ന ആകെ ട്രാൻസ്ഫോർമേഷനാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് എനർജി എന്ന് വെച്ചാൽ ഇപ്പോഴും ഒരാൾക്ക് ഉത്തരവില്ല. വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ ഒരു ഉത്തരവില്ല. ഇലക്ട്രിസിറ്റി ക്യാൻ ബി മെഷേർഡ്, എനർജി ക്യാൻ ബി മെഷേർഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്, ദാറ്റ്സ് ഓക്കെ. പക്ഷേ തെർമോഡൈനാമിക്സിൽ ഈ എനർജി ഓഫ് കൺസർവേഷൻ എല്ലാം കാണിക്കുന്നത് ഈ പ്രപഞ്ചത്തിലേക്ക് എനർജി വന്നു എന്നുള്ളതാണ്. പിന്നീട് വരുന്നതാണ് കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളും സൗരയൂഥവും എല്ലാം എങ്ങനെ ചലിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ നിയമങ്ങളുണ്ട്. ആ കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഇത് എല്ലാം തമ്മിൽ കൂട്ടിയിടിച്ചാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല ബാക്കി. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ നിയമങ്ങളെല്ലാം നിലവിലുണ്ട്. പിന്നെ കൊളംബസ് ലോ ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ്ഡ് ഒബ്ജക്ട്സിനെ കുറിച്ചുള്ള ലോസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും ബേസിക്കായിട്ട് 9 ലോ ഉണ്ട്. പിന്നെ അതിനുശേഷം ഫിസിക്സിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെല്ലാം എവിടെ നിന്ന് വരുന്നു? അതങ്ങനെ ഒരു മാറ്റർ പൊട്ടിത്തെറിച്ച് ഇങ്ങനെയുണ്ട്. പൊട്ടിത്തെറിച്ചാലേ നിയമം ഉണ്ടാവുമോ? പൊട്ടിത്തെറിച്ച് ഭൂമി ഉണ്ടായെന്ന് പറഞ്ഞാലും നിയമം ഉണ്ടാവുമോ? ലോ ഉണ്ടാവും. ഇഫ് ദർ ഈസ് എ ലോ, ദർ ഈസ് എ ലോ ഗിവർ എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുക, റോഡിലിറങ്ങിയ ട്രാഫിക് റൂൾസ് ഉണ്ട്. റെഡ് സിഗ്നലുണ്ട്, ഗ്രീൻ സിഗ്നലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. റെഡ് സിഗ്നൽ ലംഘിച്ചാൽ അത് വയലേഷനാണ്, നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇവർ നിരീശ്വരവാദികൾ പറയുന്നതനുസരിച്ച് ഈ റോഡിൻ്റെ ട്രാഫിക് റൂൾസ് എല്ലാം ഉണ്ടാക്കിയത് റോഡ് തന്നെയാണ്. റോഡ് പറഞ്ഞ് നിങ്ങളൊക്കെ എങ്ങനെ പോകണം എന്ന് പറയുന്ന പോലെയാണ്. ഈ ട്രാഫിക് റൂൾസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ നമ്മൾ റെഡ് സിഗ്നൽ വയലേറ്റ് ചെയ്താൽ പോലീസിനും പിടിക്കുക. IPC അനുസരിച്ച് ചാർജ് വരുന്നത്. അപ്പോൾ ലോ എൻഫോഴ്സിങ് അതോറിറ്റി നമ്മൾ പിടിക്കും. അപ്പോൾ ഈ റോഡിൻ്റെ ട്രാഫിക് റൂൾസ് റോഡാണ് നിർമ്മിച്ചതെന്ന് പറയുന്ന പോലെയാണ്, ദ്രവ്യമാണ് ഈ ഫണ്ടമെൻ്റൽ ലോസ് എല്ലാം ഉണ്ടായിരിക്കുന്നു പറയുന്നത്. അപ്പോൾ എത്ര അബ്സേർഡാണ്. എന്നിട്ട് അവർ പറയുന്നത് വളരെ യുക്തിപരമാണ്, അവരുടെ വാദഗതികളെല്ലാം വളരെ എന്താ പറയുന്നത് ലോജിക്കലാണെന്നൊക്കെ അവർ പറയുന്നു. അപ്പോൾ ഇത്തരമുള്ളൊരു സംഭവം വി ക്യാൻ സീ ബേസിക് ഫണ്ടമെൻ്റൽ ലോസ് ഓഫ് ഫിസിക്സ്. അപ്പോൾ ഈ നിയമങ്ങൾ ആരുണ്ടാക്കി എന്നുള്ള ചോദ്യമുണ്ട്. അത് വെറുതെ ഒരു മാറ്റർ, ഒന്നും അറിയാത്തൊരു മാറ്റർ, സ്വബോധം ഇല്ലാത്തത്, കോൺഷ്യസ് അല്ലാത്തൊരു മാറ്ററിന് എങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും? അത് ചോദിച്ചാൽ മതി. നിരീശ്വരവാദികളോട് ഇങ്ങനെ ചോദിച്ചാൽ ഈ ഫ്രം വേർ ഡിഡ് ഓൾ ദ 9 ലോസ് ഓഫ് ഫിസിക്സ് കം ഫ്രം, ഇത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? വ്യക്തമാണ് ആ ഉത്തരം. ഇഫ് ദർ ആർ ലോസ് ഓർ ഇഫ് ദർ ഈസ് എ ലോ, ദർ ഈസ് എ ലോ ഗിവർ. കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിയമങ്ങൾ കൊണ്ടുവരുന്നത് നമ്മുടെ ഭരണഘടനയിൽ നിന്നാണ് നിയമങ്ങളൊക്കെ വരുന്നത്, അല്ലാതെ വെറുതെ ഒരു ജഡ്ജിക്ക് തോന്നിയത് പോലെ ഒന്നും വിധിച്ചു വിടുകയല്ല. അപ്പോൾ ഇത് ദർ ഈസ് എ പർപ്പസ്ഫുൾ
ഡിസൈനർ ആൻഡ് ദർ ഈസ് എ ലോ ഗിവർ എന്നുള്ളത് വ്യക്തമാണ്. അതാണ് ദാറ്റ് ഈസ് ഗോഡ്.